അനുവിനെ ഔട്ടാക്കാൻ നോക്കി ഇപ്പോൾ ഔട്ടായിരിക്കുന്നത് ജിഷിനാണ്. കട്ടക്കലിപ്പിൽ അനീഷ്. സംഘർഷഭരിതമായി ബിഗ് ബോസ് വീട്. പുതിയ മാംഗോ കമ്പനി വന്നു, അതിൻ്റെ ഓണറായി ആര്യം മാറിയിരിക്കുകയാണ്. ഓറഞ്ച് കമ്പനിയുടെ ഓണറായി നമ്മുടെ ഷാനവാസ് മാറിയിരിക്കുകയാണ്. രണ്ടാം ദിനം ടാസ്ക് അവസാനിച്ചപ്പോൾ ടാസ്ക് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ? വൈകിപ്പിക്കേണ്ട തുടങ്ങാം. ഡേ 52 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ മതിക്കുക. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിലേക്കായിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് മറക്കാതെ ഫോളോ ചെയ്യണം. പിന്നെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അങ്ങനെ രാവിലെ 8 മണിക്ക് തന്നെ മോർണിംഗ് സോങ് വരുന്നു. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് നമ്മുടെ ലൂസിഫറിലെ സോങ് ആണ്. റഫ്താര നാച്ച് നാച്ച് ആ പാട്ടാണ് മോർണിംഗ് സോങ് ആയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഒനേല്, ജിസേല്, അക്ബർ ഇവരൊക്കെ എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഒനേല് പറയുന്നു ലക്ഷ്മിക്ക് എന്തോ പ്രശ്നമുണ്ട്, കാരണം അവൾ ഇന്നലെ ബിഗ് ബോസിനോട് പിണങ്ങിയിട്ട് ഇന്നലെ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു. എന്താണ് കാര്യമെന്ന് മനസ്സിലാകുന്നില്ല, എന്തോ മാനസിക നിലയിലേക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്ന് ഒനേല് പറയുന്നു. അപ്പോൾ ജിസേല് പറയാണ് ടോട്ടലി നെഗറ്റീവ് എനർജി ഇവിടെ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ആര്യൻ ബിന്നിയോട് കിച്ചൺ ഏരിയയിൽ പോയിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആര്യൻ ചായ ഒന്നും റെഡിയാക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബിന്നി ചായ ഒക്കെ ഇട്ട് തരാം, കൂടുതൽ ഓർഡറൊന്നും വേണ്ട, ഇവിടെ ഷെഫൊന്നുമല്ല കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ബിന്നി അതിന് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. പിന്നീട് നെവിൻ, ഒനേൽ ഇവരൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഒനേൽ എടാ അക്ബറിന് നോമിനേഷൻ ഫ്രീ ഒരു കാരണവശാലും കിട്ടരുത്, പറഞ്ഞത് മനസ്സിലായോ? അപ്പം അനു എടാ നീ ഇന്നലെ കളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയില്ല. അപ്പം നെവിൻ ഇന്ന് നോക്കിക്കോ, ഇന്ന് ഞാൻ നല്ല രീതിക്ക് കളിക്കാൻ സമ്മതിക്കുമോ നീ ഒന്നും തരുന്നില്ലല്ലോ, അതാ കുഴപ്പം എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു ഒരു പ്രസ്ഥാനമാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചലിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അപ്പോൾ ജ്യൂസ് കമ്പനിയിലെ ക്വാളിറ്റി ഇൻസ്പെക്ടറായ 2 പേർ, ഈ 2 പേരിൽ ഒരാൾ നിങ്ങൾക്ക് മാറ്റാം എന്ന് പറയുന്നു. ആരെയാണ് മാറ്റേണ്ടതെന്ന് ചോദിക്കുന്നു. അങ്ങനെ ബാലറ്റ് പേപ്പർ വരുന്നു. അതിനകത്ത് എഴുതി ആരെയാണോ മാറ്റേണ്ടത് നിങ്ങളുടെ പേരും അയാളുടെ പേരും എഴുതുക എന്ന് പറയുന്നു. അനുവിനും ജിഷിനും വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ അങ്ങനെ എല്ലാവരും എഴുതി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മുടെ വോട്ട് റിസൾട്ട് വന്നപ്പോൾ നേരെ തിരിഞ്ഞ് ആർക്ക് വന്നു? അത് ജിഷിന് എതിരെയാണ് വന്നത്. ജിഷിന് 7 പേരാണ് ജിഷിന് വോട്ട് ചെയ്യുന്നത്, 6 പേര് അനുവിന് വോട്ട് ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ 7 വോട്ട് കിട്ടിയ ജിഷിനാണ് ഔട്ടാകുന്നത്. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു പുതിയ ക്വാളിറ്റി ഇൻസ്പെക്ടറെ നിങ്ങൾ ചൂസ് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിന് ആരൊക്കെയാണ് താല്പര്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഷാനവാസ്, നൂറ, സാബു, ഒനേൽ, അക്ബർ, അബി, ബിന്നി എല്ലാവരും ഇങ്ങനെ പോയിട്ട് നേരം നിൽക്കുന്നു. അപ്പോൾ വോട്ട് ചെയ്യാനുള്ള ആളുകളെക്കാൾ കൂടുതൽ ക്വാളിറ്റി ചെക്ക് ആകുന്നവരാണ് കൂടുതൽ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അത് വേണ്ട, എല്ലാവരും വന്ന് ഓരോരുത്തരുടെയും പേര് പറയുക, അത് ആലോചിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് ആണ് ആദ്യം പോകുന്നത്. ഷാനവാസ് പോയിട്ട് ബിന്നിയുടെ പേര് പറയുന്നു. അനീഷ് പോയിട്ട് അബിയുടെ പേര് പറയുന്നു. ജിഷിൻ പോയിട്ട് സാബുവിൻ്റെ പേരാണ് പറയുന്നത്. ലക്ഷ്മി സാബുവിൻ്റെ പേര് തന്നെ പറയുന്നു. ആദില നൂറയുടെ പേരാണ് പറയുന്നത്. നൂറ അബിയുടെ പേര് പറയുന്നു. ബിന്നി സാബുവിൻ്റെ പേരാണ് പറയുന്നത്. അനു ഒനേലിൻ്റെ പേര് പറയുന്നു. ജിസേല് ഷാനവാസിൻ്റെ പേര് പറയുന്നു. ആര്യൻ സാബുവിൻ്റെ പേര് പറയുന്നു. നെവിൻ ഷാനവാസിൻ്റെ പേര് പറയുന്നു. സാബു ബിന്നിയുടെ പേര് പറയുന്നു. അക്ബർ സാബുവിൻ്റെ പേര് പറയുന്നു. അതുപോലെ തന്നെ അബി ഷാനവാസിൻ്റെ പേര് പറയുന്നു. അവസാനം ഒനേൽ ഷാനവാസിൻ്റെ പേരാണ് പറയുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് സാബുവിനാണ് കിട്ടുന്നത്, 5 വോട്ടാണ് കിട്ടുന്നത്. ഷാനവാസിന് 4 വോട്ട്, അബിക്ക് ബിന്നിക്കും 2 വോട്ട് വീതം, നൂറയ്ക്കും ഒനേലിനും 1 വോട്ടാണ് കിട്ടുന്നത്. അങ്ങനെ പുതിയ ക്വാളിറ്റി ഇൻസ്പെക്ടറായിട്ട് നമ്മുടെ സാബു ആണ് മാറുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഇന്നലെ നല്ലതുപോലെ ടാസ്കിൽ പെർഫോമൻസ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ നെവിനെ ഇവിടെ എടുത്ത് കളയുകയാണെന്ന് പറയുന്നു. അങ്ങനെ നെവിന് പകരം ഒരാളെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് പറയുന്നു. അതോടൊപ്പം ഇന്ന് ഒരു പുതിയ കമ്പനി, മാംഗോ കമ്പനി കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. അവർക്ക് വേണ്ടി ഒരു പുതിയ ഒരാളെ കൂടി നിങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നു. അങ്ങനെ അതിനൊക്കെ ആർക്കാ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി പോകുന്നുണ്ട്. ഷാനവാസ്, നൂറ, ലക്ഷ്മി, ബിന്നി, ആര്യൻ, അക്ബർ, ഒനേൽ, അബി ഇവരെല്ലാവരും ഇത്രയും പേരാണ് പോയി നിൽക്കുന്നത്. പുതിയ കമ്പനിയുടെയും പഴയ കമ്പനിയുടെയും ഓണർ ആകണമെന്ന് നിൽക്കുന്നു.
അപ്പോൾ അനീഷാണ് ആകാൻ വേണ്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ അനീഷാണ് ആദ്യം പോകുന്നത്. അനീഷ് ആദ്യം പോയിട്ട് ഷാനവാസിനെയും ആര്യൻ്റെയും പേരാണ് പറയുന്നത്. പിന്നീട് ജിഷിൻ പോയിട്ട് ആര്യനെയും ഷാനവാസിനെയും പറയുന്നു. ഷാനവാസ് ആര്യനെയും അബീനെയും പറയുന്നു. ആദില പറയുന്നത് ഷാനവാസിനെയും നൂറേനെയും പറയുന്നു. നൂറ ഷാനവാസിനെയും ഒനേനെയും പറയുന്നു. പിന്നെ ലക്ഷ്മി ആര്യനെയും ബിന്നിനെയും പറയുന്നു. ബിന്നി നൂറേനെയും അബീനെയും പറയുന്നു. അനു അക്ബറിനെയും ഒനേനെയും പറയുന്നു. അങ്ങനെ ജിസേല് ആര്യനെയും ഷാനവാസിനെയും പറയുന്നു. നെവിൻ ഷാനവാസിനെയും ഒനലിനെയും പറയുന്നു. ആര്യൻ ലക്ഷ്മിനെയും ഒനലിനെയും പറയുന്നു. സാബു ആര്യനെയും ഷാനവാസിനെയും പറയുന്നു. അക്ബർ ഷാനവാസിനെയും ആര്യനെയും പറയുന്നു. അബി ആര്യനെയും ഒനലിനെയും പറയുന്നു. ഒനേൽ ബിന്നിനെയും ലക്ഷ്മിനെയും പറയുന്നു. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഷാനവാസ് നമ്മുടെ ആര്യനാണ് കിട്ടുന്നത്. ആര്യനും നമ്മുടെ ഷാനവാസിന് 8 വോട്ട് വീതമാണ് കിട്ടുന്നത്. ഒനലിന് 5 വോട്ടാണ് കിട്ടുന്നത്. നൂറയ്ക്ക് ബിന്നിക്ക് അബിക്ക് ലക്ഷ്മിക്ക് 2 വോട്ട് വീതം കിട്ടുന്നു. അതുപോലെ തന്നെ അക്ബറിന് 1 വോട്ടാണ് കിട്ടുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഷാനവാസും ആര്യനും 2 കമ്പനികളുടെയും ഓണർമാരാവാണ്. അതായത് ഓറഞ്ചിൻ്റെയും മാംഗോയിൻ്റെയും ഓണറുകളാകുന്നു. ആർക്ക് ഓറഞ്ച് വേണം, അതുപോലെ തന്നെ ആർക്ക് മാംഗോ വേണം എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പേരിൽ പിന്നെ തല്ലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് എനിക്ക് ഓറഞ്ച് വേണം, ആര്യൻ എനിക്ക് ഓറഞ്ച് വേണം പറഞ്ഞിട്ട് തല്ലുകൂടാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഷാനവാസ് ഓറഞ്ചിൻ്റെയും അതുപോലെ തന്നെ ക്യാപ്റ്റനോട് തീരുമാനിക്കാനാണ് പറയുന്നത് ബിഗ് ബോസ് അല്ല പറയുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ വന്നിട്ട് നമ്മുടെ ഒന്നിൽ വന്നിട്ട് പറയുന്നു ഷാനവാസ് ഓറഞ്ചിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ മാംഗോൻ്റെയും എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ഓക്കെ, ആര്യൻ മാംഗോ അതുപോലെ തന്നെ ഷാനവാസ് ഓറഞ്ച്. അപ്പോൾ അനീഷ് ലെമൺ. ഇവിടെ നിന്ന് ടാസ്കിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയ ജിഷിനും ടാസ്കിൽ നിന്ന് ഞാൻ പുറത്താക്കിയ നെവിനും അടുത്ത അറിയിപ്പ് വരുന്നത് മുതൽ നെക്സ്റ്റ് അറിയിപ്പ് വരുന്നത് വരെ ജയിലിൽ കഴിയുക എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് ഇവിടെ കളിക്കുകയാണ് ചെയ്തത്, ഗെയിം കളിക്കുകയാണ് ചെയ്തത്. പക്ഷേ ബിഗ് ബോസ് ആദ്യം കളിച്ചു, അനുവിനെ ഔട്ടാക്കാൻ നോക്കി, പക്ഷേ അത് കിട്ടിയത് ജിഷിനാണ്. പിന്നെ ബിഗ് ബോസിന് അറിയാം വേറൊരു പ്ലാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരിത് പൊളിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ബിഗ് ബോസ് വേറെ ഒന്നും പറയുന്നില്ല, ഇത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ആദിലയും അനീഷും തമ്മിൽ ചെറിയൊരു വഴക്ക് നടക്കുന്നുണ്ട് കിച്ചൻ്റെ ഏരിയയിൽ. അതായത് ആദില ഉച്ചയ്ക്കാണല്ലോ പാത്രം കഴുകേണ്ടത്, അപ്പോൾ വസൽ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദില വന്നിട്ട് രാവിലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അനീഷ് കാണുന്നു. അപ്പോൾ അത് അനീഷ് പോയിട്ട് പറയുകയാണ് ചെയ്യുന്നത്, എന്നാണ് നീ ഉച്ചയ്ക്കല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് നേരം വഴക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് വസലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് അതിനെ വിടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു 5 വലിയ ബോട്ടിലുണ്ട് ഇപ്രാവശ്യം, അതുപോലെ തന്നെ 30 ചെറിയ ബോട്ടിലുണ്ട്. ഒരു വലിയ ബോട്ടിലിന് 5 കോയിൻസ് കിട്ടും, അതുപോലെ തന്നെ ഒരു ചെറിയ ബോട്ടിലിന് 1 കോയിൻസ് വെച്ചാണ് കിട്ടുക. ഫസ്റ്റ് റൗണ്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. നെവിനെയും ജിഷിനെയും ജയിലിലാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാവരും റെഡിയാകുന്നു. 9 ഏജൻറ്റുകളാണുള്ളത്. ബോട്ടിൽ അങ്ങനെ ടാസ്ക് ആരംഭിക്കുമ്പോൾ ബോട്ടിലെടുക്കാൻ എല്ലാവരും ഓടുന്നു ചാടുന്നു, എല്ലാവരെയും പിടിച്ച് വലിക്കലൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ പിടിമലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ആരും തന്നെ വെള്ളം എടുക്കാനൊന്നും പോകുന്നില്ല. ലക്ഷ്മി പോയി സ്വന്തമായിട്ട് വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് സ്വന്തം ബോട്ടിൽ കഴുകുന്നു, തുടച്ച് വൃത്തിയാക്കുന്നു. അതിനുശേഷം നമ്മുടെ ഒനേൽ, ജിസേൽ, ആദില, നൂറ ഇവരൊക്കെ ബാത്റൂമിനകത്ത് പോയിട്ടാണ് കഴുകുന്നതും തുടയ്ക്കുന്നതൊക്കെ ചെയ്യുന്നത്. ജയിലിൽ കിടക്കുന്നവർക്ക് അബി ഇവിടുന്ന് കുപ്പിയൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ അക്ബറും ചെയ്യുന്നുണ്ട്. അവർക്ക് ഉണക്കി കൊടുക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇതെടുത്ത് ഉണക്കി തരുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് നെവിനോട് പറയുന്നു തിരിച്ചു കൊടുക്കാൻ പറയുന്നു. പക്ഷേ നെവിൻ തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അനു, സാബു ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇവരൊക്കെ എന്തൊക്കെ ചെയ്യണം നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്, നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ലക്ഷ്മി അനീഷിൻ്റെ അടുത്ത് ആദ്യം പോകുന്നുണ്ട്. ഒരു ബോട്ടിൽ മാത്രമാണ് കൊണ്ടാണ് പോകുന്നത്. ആദില, നൂറ, ബിന്നി, ഷാനവാസിൻ്റെ അടുത്താണ് പോകുന്നത്. പിന്നെ ആരും തന്നെ വരുന്നില്ല ആദ്യത്തെ റൗണ്ടിൽ. പിന്നെ അബി പോകുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത്. പിന്നെ ആദില ഇവിടെ ബോട്ടിൽ, അതായത് ഷാനവാസിൻ്റെ അടുത്തിരിക്കുന്ന ബോട്ടിൽ മാറ്റി വയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഒന്നേൽ അനീഷിൻ്റെ അടുത്ത് പോകുന്നുണ്ട് 1 ബോട്ടിലായിട്ട്. അതുപോലെ തന്നെ അക്ബറും പോകുന്നുണ്ട് 4 ബോട്ടിലായിട്ട് എടുക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ എടുക്കുന്നില്ല. പിന്നെ അവസാനം അത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിന്നി ഷാനവാസിൻ്റെ അടുത്ത് പോയിട്ട് ഡീൽ വയ്ക്കുന്നുണ്ട്. പിന്നെ ആദില പറയുന്നുണ്ട് ഞാനൊന്ന് ചമ്മിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനഃപൂർവ്വം നമ്മുടെ അനീഷിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അനീഷിൻ്റെ അടുത്ത് പോയിട്ട് ഞാനൊരു, അതായത്
ഒന്ന് വയ്ക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 5 ഉണ്ടെന്ന് എൻ്റെ കയ്യിൽ 5 ചെറിയ ഇതുണ്ട്, അതായത് കുപ്പി ഉണ്ടെന്ന് പറയുന്നു ആദില. കളിപ്പിക്കാൻ പറയാണ്. അപ്പോൾ അനീഷ് പറയാണ് നിൻ്റെ കയ്യിൽ 6 ഇല്ലേ മൊത്തം ഉണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അനീഷും ആദിലും തമ്മിൽ അവിടെ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആദിലെ പോയിട്ട് അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അനീഷ് അവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതൊക്കെ എടുത്ത് തട്ടി മാറ്റി കളയുന്നുണ്ട്. അപ്പോൾ അനീഷ് ദേഷ്യം വന്നിട്ട് അനീഷ് ഈ ജ്യൂസ് എടുത്തിട്ട് വെറുതെ അതിൽ മേത്തേക്ക് ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അവിടെ നല്ലപോലെ നടക്കുന്നുണ്ട്. അതിനുശേഷം അക്ബറിൻ്റെ 4 കോയിൻ തരാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ അനീഷ് പറയുന്നു അക്ബറിൻ്റെ ബോട്ടിലാണ് അനീഷ് അവിടെ എടുക്കുന്നത്. അങ്ങനെ ബസർ അടിക്കുന്നു. രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നീട് അനീഷ് 14 കുപ്പിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ 13 ചെറുതും 1 വലുതുമാണ് കൊണ്ടുപോകുന്നത്. ആര്യൻ 7 ബോട്ടിലാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഷാനവാസ് 4 വലിയ കുപ്പികൾ മാത്രമാണ് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് നോക്കാൻ സമയത്ത് കുറേ വഴക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ കുറേ വഴക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അനു പിടിച്ച പിടിയല്ല അവിടെ തന്നെ ഇരിക്കുകയാണ്. പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് സാബു വന്ന് പെട്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പിന്നെ കുറേ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അനീഷിൻ്റെ അടുത്ത് ലെമണ്ണാണല്ലോ. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് മുടി കിടക്കുന്നു പറഞ്ഞിട്ട് അനു അതിന് കടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഓടി വരുന്നു. അങ്ങനെ ഫുൾ ബോട്ടിൽ റിജക്റ്റ് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരിൻ്റെ 2 ബോട്ടിൽ മാത്രമാണ് അവരെടുക്കുന്നത്. അപ്പോൾ അപ്പം തന്നെ അനീഷിന് ദേഷ്യം വരുന്നു. അനീഷ് കട്ടക്കലിപ്പിലാവുക ചെയ്യണം. അപ്പോൾ അനീഷ് പറയുന്നു സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് തുടങ്ങി ബഹളം കാര്യങ്ങളൊക്കെ. അനീഷ് ബഹളം വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഷാനവാസിനെ അതുപോലെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഷാനവാസിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, അനീഷിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ആരിന് 2 ബോട്ടിൽ മാത്രമാണ് ഇവരെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഭയങ്കരമാണെന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമ്മൾ ചെവി പൊത്തിരിക്കുന്ന അവസ്ഥയൊക്കെ ആയിരുന്നു ലൈവിനകത്തുണ്ടായിരുന്നത്. അത്രയും ബഹളമായിരുന്നു അവിടെ നടന്നത്. അവസാനം അനീഷിന് ദേഷ്യം വന്നിട്ട് അനീഷ് അവിടെ വന്നിട്ട് എല്ലാം തട്ടിയിട്ട് എല്ലാം ചവിട്ടി നശിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാബുമാൻ അങ്ങനെയെങ്കിലും ഒന്ന് ഒരു തവണ വാ തുറക്കുന്നുണ്ട്. മഹാ അത്ഭുതം അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അനു കുറച്ച് ഓവറായിട്ട് കളിച്ച പോലെ എനിക്ക് തോന്നി. പിന്നെ സാബുമാൻ മാത്രമാണ് നന്നായിട്ടൊന്ന് കളിച്ചതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. വാ തുറന്ന് നന്നായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത് സാബുമാൻ മാത്രമാണ്. അങ്ങനെ 2 എണ്ണം അവർക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ അവർ പറഞ്ഞിരുന്നു. പക്ഷെ അത് എവിടെ കൊണ്ട് സൂക്ഷിച്ച് വയ്ക്കാം? ഈ ഫ്രിഡ്ജിനകത്താണ് ഈ അതായത് അപ്രൂവ് ആയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കേണ്ടത്. ഈ മന്ദബുദ്ധികൾക്ക് ഇത് അറിയത്തില്ല. ഈ 2 എണ്ണം എന്ത് ചെയ്തു? ഇതൊക്കെ 2 നഷ്ടമാക്കി കളഞ്ഞ് എവിടെയും വെച്ചില്ല. അപ്പോൾ ഒനേല് അറിഞ്ഞപ്പോൾ സന്തോഷമായി. ആരിനും കിട്ടുന്നില്ലല്ലോ, ആരിനും 2 എണ്ണമാണല്ലോ എടുത്തത്. അപ്പോൾ ഒനേല് മിണ്ടാതിരിക്കണം. അപ്പോൾ അതിലും നൂറേയും കൂടിയിട്ട് മിണ്ടാതിരിക്കടി ആര്യനാണടി രോമേഷ് ഫ്രീ കിട്ടുമ്പോൾ നീ മിണ്ടാതിരിക്കടി പറഞ്ഞിട്ട് അവിടെ അതങ്ങനെ. ഇവിടെ ആരിന് കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഒനേല് താളം മാറ്റി ചവിട്ടി. എന്താണ്ടായേ? അനീഷിൻ്റെ അടുത്ത് 1 ബോട്ടിൽ ഒനേല് പറയാണ് അനീഷിൻ്റെ 1 ബോട്ടിലല്ലേ മുടിയുള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് അപ്രൂവ് ചെയ്യാം, എങ്ങനെയുണ്ട്? അതാണ് ഇവിടെ ഒനേല് കളം മാറ്റി ചവിട്ടി. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നു. ബിഗ് ബോസിന് വരെ അത് കേട്ടിട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ബിഗ് ബോസ് ദേഷ്യം വന്ന് ചോദിക്കുന്നുണ്ട് ക്വാളിറ്റി ചെക്കർ, അതായത് ക്വാളിറ്റി ചെക്കുന്നവരടുത്ത് ചോദിക്കുന്നത് സാബുമാൻ എന്താണ് പറയാനുള്ളത് ചോദിക്കുന്നു. അപ്പോൾ സാബു നമ്മുടെ കയ്യിലാണ് തെറ്റ് ബിഗ് ബോസ് എന്തെങ്കിലും അപ്പോൾ അതിൽ പറയും മിണ്ടാതിരിക്കണോ എന്ന് അതിൽ പറയും പറയുന്നു. അപ്പോൾ ബിഗ് ബോസിന് ദേഷ്യം വന്നിട്ട് അപ്രൂവ്ഡ് ചെയ്ത ബോട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പോൾ അവർ ഇല്ല. അപ്പോൾ ബിഗ് ബോസ് അപ്പോൾ പിന്നെ ടാസ്ക് റദ്ദ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടാസ്ക് മൊത്തം നശിപ്പിച്ച് കോളാക്കി. ഇന്നലത്തെ ടാസ്കും പോയി, ഇന്നത്തെ 2ാമത്തെ ദിവസം ടാസ്കും നശിപ്പിച്ച് കയ്യിൽ കൊടുത്തു. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്നോ ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഈ ടാസ്ക് എങ്ങനെ കളിക്കണമെന്ന് മനസ്സിലായിട്ടില്ല. അതാണ് സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ആദിലെ നൂറൊക്കെ ഹായ് ആർക്കും കിട്ടിയില്ലല്ലോ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. ഒന്നേന് പിന്നെ സന്തോഷമായി, ആരും ഒന്നും കിട്ടിയില്ലല്ലോ. അത് കാരണം അനീഷ് ഒന്നും മിണ്ടാതെ പാവം അവിടെ പോയിരിക്കുന്നുണ്ട്. അനീഷ് ഒന്നും മിണ്ടാതെ ഇനി എത്ര നേരത്തേക്ക് ഇരിക്കുമെന്ന് അറിയില്ല. അനീഷ് പാവം മിണ്ടാതെ ഒരു ഭാഗത്ത് പോയിരിക്കുന്നുണ്ട്, ഭാഗത്ത് തുറക്കുന്നേ ഇല്ല. അപ്പോൾ അനീഷിന് നല്ലപോലെ വിഷമമായിട്ടുണ്ട്. കാരണം അനീഷാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോയത്. പക്ഷേ അനീഷിന് അത് കിട്ടിയില്ല. അതാണ് അനീഷിനെ 1 എണ്ണം മാത്രം വിജയിച്ച് ഇതിന് ബാക്കി എടുക്കാമായിരുന്നു എനിക്ക്. അപ്പോൾ ആരിൻ്റെ 2 എണ്ണം എടുക്കാമെങ്കിൽ ഇവരുടെ ബാക്കി എടുക്കാമായിരുന്നു. അതായത് അനീഷിൻ്റെ ഷാനവാസിനെ പിന്നെ കുഴപ്പമില്ല, ഷാനവാസിൻ്റെ മൊത്തം ചുരുങ്ങിയിട്ടായിരുന്നു. അപ്പോൾ
അനീഷിനെ ഒരെണ്ണം മുടിയുള്ളത് മാറ്റി റിജക്റ്റ് ചെയ്തിട്ട് ഈ ബാക്കിയുള്ളതൊക്കെ ശരിയാണല്ലോ, അത് അപ്രൂവ് ചെയ്യാമായിരുന്നു ഇവർക്ക്. പക്ഷേ ഇവർ അത് ചെയ്തില്ല, അവരെല്ലാം മൊത്തം അനീഷിനെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അനീഷിന് അപ്പോഴാണ് ദേഷ്യം വന്നത്. പക്ഷേ അനീഷ് ഇവിടെ ഗെയിം കളിക്കുകയാണ് ചെയ്തത്. കാരണം ഇവിടെ ഗെയിമൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല അനീഷ്, പകരം സേവ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം പകരം മറ്റവർക്ക് കിട്ടേണ്ടത് സേവ് ചെയ്തു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഈ ഗെയിം കണ്ടിട്ട് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.